ഹായ്, ഇന്നത്തെ വീഡിയോ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സെക്കൻഡ് പാർട്ട്, രണ്ടാമത്തെ ഭാഗം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞിരുന്നു, അതിൻ്റെ തുടർച്ചയായിട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്ന വിധം, അതുപോലെ മിഡിൽ ടേം, സം, ഇതൊക്കെയാണ് ചാപ്റ്ററിലുള്ളത്. അപ്പോൾ അത് നമ്മളിന്ന് പറഞ്ഞു തീർക്കുന്നു. വീഡിയോയിൽ എന്തായി പോകുന്നുണ്ട്, പ്രോബ്ലംസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് മൊത്തം ഇപ്പോൾ പറഞ്ഞു തീർക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഇക്വേഷൻ x1 പ്ലസ് n-1 ഇൻറ്റു ഡി. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ഈ എന്നിനെ മാത്രം വേണം. അതായത് ഒരു ഇക്വേഷനിൽ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം അങ്ങനെ നമ്മൾ പറയുന്നു. ഈ സീക്വൻസ് തീരുന്നതാണെങ്കിൽ ഒരു 500-ലോ 1000-ലോ ഇത് അവസാനിക്കുന്നെങ്കിൽ ആ അവസാനത്തെ ടൈം വരെ എത്ര എണ്ണം ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അവസാനത്തെ ടൈം ഈ xn ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ nth ടൈം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവസാനിക്കുന്നുണ്ടെങ്കിൽ ആ nth ടൈം അവസാനത്തെ ടൈം ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഫസ്റ്റ് ടൈം മുതൽ ഈ ലാസ്റ്റ് ടൈം വരെ ഇത് എത്ര എണ്ണം ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് 5, 10, 15, 20 എന്നിങ്ങനെയുള്ള ഒരു സീക്വൻസ് ആണെങ്കിൽ നമുക്കത് എണ്ണി നോക്കണം. 5, 10, 15, 20 അങ്ങനെ എണ്ണി പോയാലും പ്രാക്ടിക്കലി നടക്കില്ല. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. അപ്പം എന്നാമത്തെ ടേം, nth ടേം 1000 ആണെങ്കിൽ ആ ഇപ്പോൾ 10ാമത്തെ ടേം 100 ആണെങ്കിൽ അവിടെ 10 എന്നുള്ളതായിരിക്കും അവിടുത്തെ n, നമ്പർ ഓഫ് ടേംസ്. ഈ nth ടേം എന്ന് പറയുന്നത് 100-ഉം n എന്ന് പറയുന്നത് 10-ഉമായിരിക്കും. അതായത് 10ാമത്തെ ടേം 100 ആണെങ്കിൽ n എന്നുള്ളത് 10-ഉം, 10ാമത്തെ എന്നാമത്തെ, അപ്പോൾ n 10. ഇനി ആ ടേം 100 ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ ഇവിടെ ലാസ്റ്റ് ടേം xn, എന്നാമത്തെ ടേം, nth ടേം, അത് xn ആയിരിക്കും. അപ്പോൾ ഈ n ആയിരിക്കും അവിടുത്തെ നമ്പർ ഓഫ് ടേംസ്. ആ nth ടേം വരെയുള്ള എത്ര ടേമുകളുണ്ട്, ടേമുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേംസ്, ആ എണ്ണം കണ്ടുപിടിക്കുന്ന വിധമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് nth ടൈം, ലാസ്റ്റ് ടൈം അറിയാമെങ്കിൽ, ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസ് ഒക്കെ അറിയാമെങ്കിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്നിൻ്റെ വാല്യൂ ഡയറക്റ്റ് ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഇപ്പോൾ ഓരോ കണക്ക് ചെയ്യുമ്പോൾ ഒരു 3-4 സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യേണ്ടി വരും നമുക്ക് n കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പോൾ സമ്മ് കാണാനാണെങ്കിൽ മിക്ക ക്വസ്റ്റിനകത്തും തന്നെ n കണ്ടുപിടിച്ചിട്ടായിരിക്കും സമ്മ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിനുവേണ്ടി n കാണാൻ കുറേ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ഒരു ഇക്വേഷൻ നമുക്ക് എളുപ്പമാക്കി എഴുതാം. ഈ ഇക്വേഷനെ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഞാൻ ഇനി എന്നിനെ മാത്രമായിട്ട് എനിക്ക് കിട്ടണം. അപ്പോൾ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതുന്നു. അപ്പോൾ ഇവിടെ xn മൈനസ് x1, ഞാൻ ഈ x1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരും, ഈക്വൽ ടു ഇവിടെ വരുന്നത് ബാക്കിയുള്ളത് n-1 ഇൻറ്റു ഡി ഐ. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ആ ഡീനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ xn മൈനസ് x1, അപ്പോൾ ഡി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഡിവിഷൻ ആവും, ഡിവൈഡഡ് ബൈ ഡി ഈക്വൽ ടു ഇവിടെ ബാക്കി നിൽക്കുന്നത് n-1 ആയിരിക്കും. ഇനി നമുക്ക് എന്നെ തന്നെ അപ്പുറത്ത് വേണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ 1 കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ xn മൈനസ് x1 ഡിവൈഡഡ് ബൈ ഡി, 1 ഇപ്പുറത്ത് കൊണ്ടിരുന്നു, പ്ലസ് 1 ഈക്വൽ ടു n എന്ന് കിട്ടുന്നു. ക്വസ്റ്റൻ ഒന്ന് മാറ്റി എഴുതുന്നു. n ഈസ് ഈക്വൽ ടു xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. അപ്പോൾ n കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ പ്രത്യേകം കിട്ടി. നമുക്ക് എന്തൊക്കെ അറിയണം, ഫസ്റ്റ് ടൈം അറിയണം, ലാസ്റ്റ് ടൈം അറിയണം, കോമൺ ഡിഫറൻസ് അറിയണം. അത്ര അറിയാമെങ്കിൽ ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ഈക്വൽ ടു n ആണ് നമ്പർ ഓഫ് ടൈംസ്. അതായത് 100, 5 നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആണെങ്കിൽ, നേരത്തെ പറഞ്ഞ സീക്വൻസ് ആണെങ്കിൽ അതിൽ 100 വരെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഇപ്പോൾ നമ്മൾ 100 മൈനസ് 5 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 5 പ്ലസ് 1 എന്തെങ്കിലും ചെയ്താൽ മതി. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഇക്വേഷനെ മാറ്റി എഴുതി. അപ്പോൾ nth ടേം കാണാനുള്ള ഇക്വേഷൻ, അതിൽ നിന്നും നമ്പർ ഓഫ് ടേംസ് n കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് പറയുന്നത് മിഡിൽ ടേമിനെ കുറിച്ച്. അതായത്
ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോൺസിക്യൂട്ടീവ് ടൈംസ് അടുത്തടുത്ത 3 പദങ്ങൾ സപ്പോസ് നമ്മളിപ്പോൾ എ എന്നും ബി എന്നും സി എന്നും വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബി ആയിരിക്കും ഇതിന്റെ മിഡിൽ ടൈം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യത്യാസവും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യത്യാസവും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മിഡിൽ ടൈം എന്തായിരിക്കും? ഇത് തമ്മിൽ കൂട്ടുന്നതിന്റെ പകുതിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, ബി ഈക്വൽ ടു എ പ്ലസ് സി ഡിവൈഡഡ് ബൈ 2. ഇത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സീക്വൻസ് ഒന്ന് നോക്കുക. 5 10 15. ഈ ഇക്വേഷനിൽ മിഡിൽ ടൈം 10 ആണ്. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് ഈക്വൽ ടു 5 പ്ലസ് 15 ബൈ 2 ആയിരിക്കും. ഇത് 5 പ്ലസ് 15 20 20 ബൈ 2 ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ മിഡിൽ ടൈം കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. സാധാരണ നമ്മൾ ശരാശരി കാണുന്ന പോലെ തന്നെയുള്ളൂ, ഭയങ്കര ഇക്വേഷൻ ഒന്നുമില്ല. ഇത് നമുക്ക് വേറൊരു എക്സാമ്പിൾ. ഈ പറഞ്ഞ വാല്യൂ, ഈ പറഞ്ഞ ഇക്വേഷൻ പോലെ ഇനി കുറേ ടേംസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ പ്രയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു സീക്വൻസ് എഴുതിയിട്ടുണ്ട്. 5 10 15 35 വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഇതാണ്, ലാസ്റ്റ് ടൈം അതിന് ഞാൻ x എന്ന് പറയുന്നു. ഇപ്പം ഇതിൻ്റെ 1 2 3 ടേം ഇവിടെ, നാലാമത്തെ ടൈം ഇത് 1 2 3 ടേം ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടൈം 20 ആണ് എന്ന് നമുക്കറിയാം. ഇനി ഇത് ഇക്വേഷൻ നമുക്ക് ശരിയാവുമോ നോക്കാം. അപ്പോൾ മിഡിൽ ടൈം കാണാൻ കോമൺ ആയിട്ട് ഇപ്പോൾ 3 ടേമിൻ്റെ ബി സീക്വൽ എ പ്ലസ് ബി 2 എന്ന് പറയാൻ പറ്റും. അല്ലാതെ വലിയൊരു സീക്വൻസ് ആണെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിവിടെ ശ്രമിക്കുന്നു, ഇതിൻ്റെ മിഡിൽ ടൈം 20 ആണ്. നമുക്ക് ഈ പറഞ്ഞ സംഭവം വെച്ചിട്ട് നമുക്ക് മിഡിൽ ടൈം കിട്ടുമോ എന്ന് നോക്കുന്നു. എ ബി സി ചെയ്ത പോലെ തന്നെ ഇവിടെ ഈ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമിൻ്റെ പകുതി എടുത്താൽ നമുക്ക് കിട്ടുന്നത് മിഡിൽ ടൈം ആയിരിക്കുമോ ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മിഡിൽ ടൈം എന്ന് വിചാരിച്ചിട്ട് ഞാൻ 5നെയും 35നെയും കൂട്ടാൻ പോകും. 5 പ്ലസ് 35 ഡിവൈഡഡ് ബൈ 2 ഇതാണ് മിഡിൽ ടൈം എന്ന് ഞാൻ വിചാരിക്കും. ഈക്വൽ ടു ഇവിടെ എന്തായിരിക്കും? 35 5 40 40 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 20. അപ്പോൾ മിഡിൽ ടൈം ഇവിടെ 20 ആണ്. നമ്മൾ നേരത്തെ മിഡിൽ ടൈം നമ്മൾ ഈ സീക്വൻസ് മൊത്തം നമ്മൾ ചെയ്ത് നോക്കിയിട്ട് മിഡിൽ ടൈം 20 ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിരിക്കും? മിഡിൽ ടൈം നെയിം എന്ന് പറയുന്നു, ലെറ്റർ ഏത് ഉപയോഗിക്കാം? മിഡിൽ ആയതുകൊണ്ട് നെയിം എന്നുള്ള ലെറ്റർ ഉപയോഗിക്കുന്നു. m is equal to x1 plus xn divided by 2. ഇതായിരിക്കും നമ്മുടെ മിഡിൽ ടൈം. ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും തമ്മിൽ കൂട്ടുന്നതിൻ്റെ പകുതി. അപ്പോൾ ഏതൊരു ഇക്വേഷൻ്റെയും മിഡിൽ ടൈം ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഇനി നമുക്കിൻ്റെ സം, എല്ലാ ടൈമുകളുടെയും തുക, ഓരോ ടൈമും കൂട്ടിയുള്ള സം കാണാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ സം എത്രയാണെന്ന് നോക്കാം. 5 5 10 15 15 15 30 30 20 50 50 25 75 ഇവിടുത്തെ സം. ഇനി ഈ സമ്മിന് ഈ മിഡിൽ ടൈമുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടുത്തെ മിഡിൽ ടൈം എന്തായിരിക്കും? 15 ആണ്. ആകെ നമുക്ക് 1 2 3 4 5 ടേംസ് ഇതിനകത്തുള്ളൂ. അതിൻ്റെ മിഡിൽ ടൈം 15 ആണ്, സം 75 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 15 ഇൻറ്റു അല്ലെങ്കിൽ 5 ഇൻറ്റു 15 മിഡിൽ ടൈം ഇൻറ്റു ഇതിൻ്റെ എണ്ണം ഈക്വൽ ടു അതും 75 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനാണ് സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു സീക്വൻസിൻ്റെ സമ്മ് കാണണമെങ്കിൽ അതിൻ്റെ മിഡിൽ ടൈമിനെ അതിൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മിഡിൽ ടൈമിൻ്റെയും എണ്ണത്തിൻ്റെയും നമ്പർ ഓഫ് ടൈംസിൻ്റെയും പ്രൊഡക്റ്റ് ആയിരിക്കും സം. കാരണം ഇതെല്ലാത്തിനും, കാരണം എന്താ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് കോമൺ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എല്ലാ സീക്വൻസിലും ഇത് സംഭവിക്കില്ല, അരിത്തമെറ്റിക് സീക്വൻസിൽ മാത്രം സംഭവിക്കുന്നതാണ്. മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് ആണ് സം. ഇവിടെ ഇനി നമുക്ക് സമ്മിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത്
ഈ നമ്പർ ഓഫ് ടൈംസ് ഇൻറ്റു മിഡിൽ ടൈം, നമ്പർ ഓഫ് ടൈംസ് ഇൻറ്റു മിഡിൽ ടൈം സം ആണെന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഇക്വേഷൻ ആക്കി എഴുതാം. അപ്പോൾ നമ്മുടെ സം കാണുന്ന ഇക്വേഷൻ xn പ്ലസ് x1 ഡിവൈഡഡ് ബൈ 2. xn പ്ലസ് x1 ഡിവൈഡഡ് ബൈ 2നെ n കൊണ്ട് നമ്പർ ഓഫ് ടൈംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ n കൊടുക്കുന്നു, n ഇൻറ്റു xn പ്ലസ് x1 ബൈ 2. അപ്പോൾ n ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് ഇൻറ്റു മിഡിൽ ടൈം ഈക്വൽ ടു എന്തായിരിക്കും? സം ആയിരിക്കും. അപ്പോൾ ഈ സമ്മിനെ ഞാൻ മോഡിഫൈ ചെയ്തു. സമ്മിനെ ഞാൻ SN സൂചിപ്പിക്കുന്ന SN, സം ഓഫ് ടൈംസിനെ SN എന്ന് പറയുന്നു, ഈക്വൽ ടു n ഇൻറ്റു സോറി ഈ 2നെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ഇങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. n/2 ഇൻറ്റു xn പ്ലസ് x1. ഇതേ രൂപത്തിൽ ചെയ്യാം, കാരണം ടെക്സ്റ്റ് ഇക്വേഷൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇക്വേഷൻ പഠിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഞാൻ രൂപത്തിൽ പറഞ്ഞുള്ളൂ. എന്തായാലും മിഡിൽ ടൈം ഇൻറ്റു എണ്ണമാണ് സം. അപ്പോൾ നമ്മളതിനെ ഇക്വേഷനാക്കി എഴുതും. SN is equal to n/2 ഇൻറ്റു xn പ്ലസ് x1. അപ്പോൾ നമുക്ക് സമ്മിൻ്റെ ഇക്വേഷൻ കിട്ടി. അടുത്ത ഒരു സീക്വൻസിൻ്റെ നമ്പർ ഓഫ് ടൈംസ് എത്ര ടൈം ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ സം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 5 10 ആണ്, 5 10 15 20 എല്ലാം കൂടെ കൂട്ടി എഴുതുന്നതിൻ്റെ സം. ആ സമ്മിനെ ഇപ്പോൾ കുറേ ടൈംസ് ഉണ്ടെങ്കിൽ നമുക്കിത് നടക്കില്ല. ഇപ്പോൾ ഒരു 1000 വരെ അല്ലെങ്കിൽ 10000 വരെ ടൈംസ് ആണെങ്കിൽ നമുക്കിങ്ങനെ എഴുതി കൂട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിനുള്ള ഇക്വേഷനാണ് ഇത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കി പറഞ്ഞോളൂ. അപ്പോൾ n ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് n ഇൻറ്റു മിഡിൽ ടൈം. മിഡിൽ ടൈം കാണാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു, ഇൻറ്റു n. അപ്പോൾ ഇക്വേഷൻ നമ്മൾ മോഡിഫൈ ചെയ്തി. അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിച്ചിട്ട് സം കണ്ടുപിടിക്കാം. അപ്പോൾ സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു xn പ്ലസ് x1. ഇനി ഇവിടെ സം കാണുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് ചില പ്രോഗ്രഷനിൽ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ കോമൺ ഡിഫറൻസ് ഒക്കെ തരും. എന്നിട്ട് ഒരു ആദ്യത്തെ 25 ടൈംസിൻ്റെ അല്ലെങ്കിൽ ഒരു ആദ്യത്തെ 50 ടൈംസിൻ്റെ സം കാണാൻ വേണ്ടി പറയും. അവിടെ 50, അപ്പോൾ 50 ടൈമിൻ്റെ സം അല്ലെങ്കിൽ 25 ടൈമിൻ്റെ സം എന്ന് പറയുമ്പോൾ നമുക്ക് n എത്രയാണെന്ന് അറിയാം. 25 ടൈമിൻ്റെ സം ആണെങ്കിൽ n is equal to 25 ആയിരിക്കും എന്നറിയാം. അപ്പോൾ 50 ടൈമിൻ്റെ സം ആണെങ്കിൽ n 50 ആയിരിക്കും. പക്ഷേ ഈ 25ാമത്തെ ടൈം, ലാസ്റ്റ് ടൈം നമുക്ക് തരില്ല. അല്ലെങ്കിൽ 50ാമത്തെ ടൈം, ആ xn എന്ന് പറയുന്ന nth ടൈം ക്വസ്റ്റിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നോർമലി നമ്മൾ nth ടൈമിൻ്റെ ഇക്വേഷൻ വെച്ച് nth ടൈം കണ്ടുപിടിച്ച് പിന്നെ n കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം n ഇവിടെ നമുക്ക് തരുമല്ലോ. അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ ഇക്വേഷനകത്ത് അതിന് ആ വാല്യൂ xnൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യണം. അപ്പോൾ അതിന് പകരം നമുക്ക് ഡയറക്റ്റ് xnൻ്റെ വാല്യൂ ലാസ്റ്റ് nth ടൈമിൻ്റെ വാല്യൂയും കൂടെ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒറ്റ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും, ഒറ്റ കണക്കായിട്ട് ചെയ്യാൻ പറ്റും, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ SN is equal to n/2 ഇൻറ്റു x1 പ്ലസ് xn. നമ്മൾ ഇവിടെ തന്നെ xnൻ്റെ ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് nth ടൈമിൻ്റെ ഇക്വേഷൻ. അത് x1 പ്ലസ് n-1 d എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ f പ്ലസ് n-1 d എന്നായിരിക്കും, അല്ലെങ്കിൽ a പ്ലസ് n-1 d എന്നായിരിക്കും. അത് ഓരോരോ ടെക്സ്റ്റിൽ ഓരോ തരത്തിലാണ് കാണുന്നത്. എന്തായാലും ഫസ്റ്റ് ടൈം പ്ലസ് എന്ന് ഫസ്റ്റ് ടൈമിനെയാണ് മാറ്റി മാറ്റി പറയുന്നത്, ബാക്കിയൊന്നും വലിയ മാറ്റമില്ല. അപ്പോൾ ഞാനിവിടെ x1 തന്നെ പറയുന്നു. അപ്പോൾ xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d. ഈക്വൽ ടു, അപ്പോൾ xnന് പകരം xnൻ്റെ ഇക്വേഷൻ കൊടുത്തു. ഈക്വൽ ടു n/2 ഇൻറ്റു x1 ഉണ്ട്. അപ്പോൾ 2x1 പ്ലസ് n-1 ഇൻറ്റു d. അപ്പോൾ നമുക്ക് സമ്മിനൽ ഇക്വേഷൻ ഒരു ഇക്വേഷൻ കൂടെ കിട്ടി. SN is equal to n/2 ഇൻറ്റു 2x1 പ്ലസ് n-1 ഇൻറ്റു d എന്ന ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കാതെ തന്നെ
രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാതെ ഡയറക്റ്റ് n അറിയാം d അറിയാം ഒക്കെ വെച്ച് നമുക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ സമ്മിന് വേണ്ടി പറയുന്നുണ്ട്. n is equal to n/2 into 2x1 plus n-1 to d എന്നാണ് ഞാൻ എഴുതിയത്. അതിനെ തന്നെ n/2 into 2a plus n-1 into d എന്നും equal to n/2 into 2f plus n-1 into d എന്നും പറയുന്നുണ്ട് പല ടെക്സ്റ്റിലും. അതിന് കാരണം ഫസ്റ്റ് ടൈമിനെ എ എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ആ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി ഫസ്റ്റ് ടൈമിനെ എഫ് എന്നാണ് പറയുന്നതെങ്കിൽ അതിനെ ഈ തരത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് ഓരോ ടെക്സ്റ്റിലും പറയുന്നത് എങ്ങനെയോ പിന്നെ പഠിപ്പിക്കുന്നവരുടെ അവർ എടുക്കുന്ന ആ ഫസ്റ്റ് ടൈമിനെ ഉദ്ദേശിക്കുന്ന അക്ഷരം ഏതാണോ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അല്ലാതെ ഇക്വേഷൻ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ പല ടീച്ചേഴ്സും ഓരോ ലെറ്റേഴ്സാണ് ഉപയോഗിക്കുക. ചിലർ എഫ് ഉപയോഗിക്കും, ചിലർ T1 ഉപയോഗിക്കുന്നവരുണ്ട്, ചിലർ X1 ഉപയോഗിക്കുന്നുണ്ട്, ചിലർ A ഉപയോഗിക്കുന്നുണ്ട്, ചിലർ A1 ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും ഈ സാധനം ഫസ്റ്റ് ടേം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇക്വേഷൻ എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് സമ്മ് കാണാൻ വേണ്ടി രണ്ട് ഇക്വേഷൻ n/2 into x1 plus xn. അതുപോലെ ലാസ്റ്റ് ടൈം ഒരുമിച്ചാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ Sn is equal to n/2 into 2x1 plus n-1 into d. ഇങ്ങനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. ഇനി ഇതിൽ തന്നെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന് സമ്മാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സിന് ഈ പറഞ്ഞ കോമൺ ഡിഫറൻസിനെ കുറിച്ചോ ഫസ്റ്റ് ടൈമിനെ കുറിച്ചോ നമ്മൾ ചിന്തിക്കണ്ട. കാരണം ഫസ്റ്റ് ടൈം 1 ആയിരിക്കും, കോമൺ ഡിഫറൻസ് 1 ആയിരിക്കും. പിന്നെയോ nth ടൈം ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് അതിൻ്റെ n എത്രയാണോ അത് തന്നെയായിരിക്കും ലാസ്റ്റ് ടൈം. നമുക്ക് എണ്ണൽ സംഖ്യയിൽ നാച്ചുറൽ നമ്പേഴ്സിനെ nth ടൈം എന്ന് പറയുമ്പോൾ 50ാമത്തെ ടൈം അത് 50 തന്നെ ആയിരിക്കുമല്ലോ. ഫസ്റ്റ് ടൈം 1 ആണെന്നും കോമൺ ഡിഫറൻസ് 1 ആണെന്നും അറിയാം. 100ാമത്തെ ടൈം ആണെങ്കിൽ 100ാമത്തെ ടൈമാണ് nth ടൈം എങ്കിൽ അത് 100 തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഇത്രയും വലിയ ഇക്വേഷനിലേക്ക് പോകണ്ട. സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് അത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഞാൻ ഈ ഇക്വേഷനിൽ തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഞാനിവിടെ Sn is equal to നാച്ചുറൽ നമ്പേഴ്സിന്റെ സം n/2 into x1 plus xn ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നേ ഉള്ളൂ, എളുപ്പത്തിൽ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ എനിക്ക് 50 ടേമാണ് കാട്ടുന്നെങ്കിൽ n 50 ആയിരിക്കും. അതുപോലെ xn 50 ആയിരിക്കും. കോമൺ ഡിഫറൻസ് 1 ആയിരിക്കും. അതുപോലെ x1 മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടും. x1 1 ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിനെ മാറ്റി എഴുതും. ഈക്വൽ ടു n/2 ഇൻറ്റു ഇത് 1 ആണ്, ഫസ്റ്റ് ടൈം 1 ആണ്, പ്ലസ് ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് n തന്നെ ആയിരിക്കും. 50 ടൈം ആണെങ്കിൽ nth ടൈം 50 തന്നെ ആയിരിക്കും. 50ാമത്തെ ടൈം അത് 50 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനെ n into 1 plus n n/2 into 1 plus n ആണ്. അതിനെ നമുക്ക് ഒന്ന് സാധാരണ ടെക്സ്റ്റിൽ കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റാം. അപ്പോൾ Sn നാച്ചുറൽ നമ്പർ സം ഈസ് ഈക്വൽ ടു n into n plus 1 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയായിരിക്കും ടെക്സ്റ്റിൽ കാണുന്ന ഇക്വേഷൻ. ഇത് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ 1 എല്ലാം കൂടെ മാറ്റിയെന്നേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. n into n plus 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ 50 ടൈമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 50 into 51/2 അത്രയും ചെയ്താൽ നമുക്ക് സമ്മ് കിട്ടി. ഇത്രയും വലിയ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകണ്ട. അപ്പോൾ അതിന് എളുപ്പത്തിലൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചു. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് n into n plus 1 ഡിവൈഡ് ബൈ 2. ഇനി പറയുന്നത് CBSEക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്ത് പോവാം. ഇത് സ്റ്റേറ്റ് സിലബസുകാർക്ക് വേണ്ടി പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് ഗുണകരമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവർക്കിത് കാണുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച് ഇങ്ങനെയല്ലോ എന്നൊക്കെ തോന്നും. അതുകൊണ്ട് പറയുന്നതാണ് ഈ ഇക്വേഷനെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതും. അപ്പോൾ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് nth ടൈം എന്ന് വെച്ചാൽ an plus b എന്ന രൂപത്തിൽ കിട്ടുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു തന്നു an plus b എന്ന രൂപത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ചെയ്തു വരുമ്പോൾ an plus b എന്ന രൂപത്തിൽ കിട്ടിക്കോളും. അതാണ് nth ടൈമിൻ്റെ ഫോം an plus b എന്ന രൂപത്തിലാണ്. പക്ഷേ an plus b എന്ന രൂപത്തിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്തു വരാനുള്ള വഴിയാണ് പറയുന്നത്. അത് ഇതേ ഇക്വേഷൻ തന്നെയാണ്, ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി.
ആ മാറ്റങ്ങൾ എന്താണെന്ന് പറയാം. പലരും ഞാൻ പഠിപ്പിക്കും പലരും പറഞ്ഞിട്ടുണ്ട്, സാറ് ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച അങ്ങനെയാണ്, ഇതെന്താ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞു തരാം. അപ്പോൾ എന്താ അത് വിശദീകരിച്ച് കൊടുക്കുമ്പോഴാണ് ഈ രണ്ട് ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഒരേ ഇക്വേഷൻ തന്നെയാണ്, അത് രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്ന മാത്രമേ ഉള്ളൂ. ആ വ്യത്യാസം മനസ്സിലാക്കി തന്നെ പഠിക്കണം. വെറുതെ ഇക്വേഷൻ മാത്രം a+b എന്ന് മാത്രം കാണാതെ പഠിച്ചു വെച്ചാൽ പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ വന്നു എന്ന് പഠിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഇക്വേഷനെ മാറ്റാൻ പോകുന്നു. അപ്പോൾ x(n) = x1 പകരം നമ്മൾ കൊടുക്കുന്ന അവിടെ കൂടുതലും സ്റ്റേറ്റ് സർവീസ് ടെക്സ്റ്റിലുള്ളത് f എന്നായിരിക്കും. ഫസ്റ്റ് ടേമിനെ f എന്ന് കൊടുക്കും. അപ്പോൾ f+n-1 × d = f+ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു n കൊണ്ടും ഇതിനൊരു സ്റ്റെപ്പ് ചെയ്തെടുക്കുന്നു. ചെയ്ത് തന്നെയാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ n × d dn -1 × d dn - d. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ n അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതൊരു ഇൻഡിവിജ്വൽ ഒരു നമ്പർ ആയിരിക്കും, ഈ ഡിയും ഒരു നമ്പർ ആയിരിക്കും. അത് നമുക്കറിയാം. അപ്പോൾ nth ടേമായിട്ട് നമ്മൾ എഴുതുമ്പോൾ ഈ നമ്പർ ഇതിന് രണ്ടും നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. ഇതൊരു ഇവിടുത്തെ ഇത് എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്, ഇതൊരു വേരിയബിൾ ആണ്, ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇക്വേഷനെ മാറ്റി എഴുതുകയാണെങ്കിൽ = dn പ്ലസ് ഇവിടെ വരുന്നത് f - d ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ dn പ്ലസ് f - d എന്നായിരിക്കും. അപ്പോൾ എഫിനെയും ഡിനെയും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ മാറുന്നത് എന്തായിരിക്കും? dn. അപ്പോൾ dn അല്ല ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് a എന്നാണ്, a+b എന്ന രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ b എന്ന് പറയുന്നത് f - d ആണെന്നും ഈ dn തന്നെയാണ് an എന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പലപ്പോഴും ഫസ്റ്റ് ടൈമിന് a എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് d എന്ന് ഉപയോഗിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വരും പെട്ടെന്ന് dn + f - d എന്ന ഫ്ലോ മനസ്സിലായിട്ടില്ലെങ്കിൽ an + b എന്ന രൂപത്തിലേക്ക് എങ്ങനെ വരാം, അതെങ്ങനെ എഴുതാം എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അത് ഒറ്റയടിക്ക് എഴുതുന്ന ഒരു കുട്ടി ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ അതിന് പകരം നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ an + b എന്ന രൂപത്തിലാണ് പഠിപ്പിച്ചത് ഞങ്ങളെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ വന്നിട്ടാണ് ഇക്വേഷൻ ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് നിങ്ങളെടുത്ത് വായിച്ച് നോക്കിയാലും തുടക്കത്തിൽ an + b എന്നായിരിക്കും കാണാം, nth ടേം an + b ആയിരിക്കും. പക്ഷെ അത് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ നമുക്കിപ്പോൾ xn എന്ന് പറയുന്നു, xn = dn + f - d ആണ്. അതാണ് ഈ an + b എന്ന രൂപത്തിൽ പറയുന്നത്. CBSE ടെക്സ്റ്റിനകത്ത് ഇങ്ങനെ സംഭവമില്ല, അതുകൊണ്ടാണ് CBSEക്കാർ ഇത് മൈൻഡ് ചെയ്യേണ്ട എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ സ്റ്റേറ്റ് സർവീസുകാർക്ക് അരിത്തമെറ്റിക് സീക്വൻസ് വിഷമമായി ഈ ഒരു സംഭവം വന്നേ പിന്നെ. അതുപോലെ വളരെ എളുപ്പമുള്ള ചാപ്റ്ററായിരുന്നത്. പക്ഷേ ഇത് ഈ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തത് കൊണ്ട് പലർക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം ഞാൻ വീഡിയോയിൽ എടുത്തു പറയുന്നത്. ഇനി ഇവിടെ ഞാനിപ്പോൾ ഇത്ര ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഇത്ര നേരം പഠിച്ച ഇക്വേഷൻസ് തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും ഈ 6 ഇക്വേഷൻ കൊണ്ട് ഇതിപ്പോൾ xn = അതായത് nth ടൈം x1 + n - 1 × d അല്ലെങ്കിൽ a + n - 1 × d അല്ലെങ്കിൽ f + n - 1 × d. ഈ ഇക്വേഷൻ തന്നെയാണ് മോഡിഫൈ ചെയ്ത് dn + f - d എന്നാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ. പിന്നെ നമ്പർ ഓഫ് ടൈംസ് n = n കാണാനുള്ള ഇക്വേഷൻ ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് +1 xn - x1 / d +1. ഇനി മിഡിൽ ടൈം x1 + xn / 2. അത് തന്നെ ചെറുതാക്കി പറഞ്ഞാണ് b = a + c/2 എന്ന് പറയുന്നത്. ഇനി സമ്മ് മിഡിൽ ടൈം ഇൻറ്റു നമ്പർ ഓഫ് ടൈംസ് ആണ്. Sn = n/2 × x1 + xn. n/2 പറഞ്ഞല്ലോ, അപ്പോൾ n/2 × x1 + xn. അതുപോലെ വീണ്ടും ഇതേ ഇക്വേഷൻ തന്നെ ഒന്നുകൂടെ ചെറുതായിട്ട് മാറ്റി എഴുതി n/2 × 2x1 + n - 1 × d. അതിനെ 2a + n - 1 × d എന്ന് പറയും. പിന്നെ ഉള്ളത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n × n + 1/2. അപ്പോൾ ഇത്രയും ഈ 6 ഇക്വേഷൻ പഠിച്ചാൽ സുഖമായിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലംസും ചെയ്യാം. പിന്നെ mth ടേം nth ടേം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇക്വേഷൻ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഒരു കുട്ടിയുടെ ഒരു ടീച്ചർ കൊടുത്തൊരു ഈ ചാപ്റ്ററിൽ തന്നെ 16 ഇക്വേഷനെങ്കിലും കണ്ടു. അങ്ങനെ ഓരോ ഇക്വേഷനും
ഓരോന്നിനും പ്രത്യേകം വേണമെങ്കിൽ ഇക്വേഷൻ ഉണ്ടാക്കാം. അല്ലാതെ ഇത്രയും ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനാ അത്രയും ഇക്വേഷൻ കാണാതെ പഠിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രോബ്ലംസും അത്രയും ഇക്വേഷൻ ഉപയോഗിക്കാതെ ഈ വെറും 6 ഇക്വേഷൻ കൊണ്ട് തന്നെ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ ഇത്ര നീളം കൂടി പോയിട്ട് നിർത്തുവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയും. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഈ 16 ഇക്വേഷൻ കാണാതെ പഠിക്കാൻ പറ്റുന്ന കുട്ടിക്കാണെങ്കിൽ ഇതും കൂടി പഠിക്കാൻ പറ്റും. ഇനി ഇത് ചിന്തിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടി ഈ 16 ഇക്വേഷൻ കാണാതെ പഠിക്കും എന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇക്വേഷൻ ചുരുക്കിയത്. ഇനി ഇത് ഇത്രയും മാത്രം കൊണ്ട് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന 10ാം ക്ലാസ്സിലെ CBSE-കാർക്കും സ്റ്റേറ്റ് സിലബസുകാർക്കും അത് കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് അടുത്ത വീഡിയോയിൽ അതിൻ്റെ പ്രോബ്ലംസും സൊല്യൂഷനുമായിട്ട് കാണാം.